ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം സെറ്റ് ചെയ്ത് വെച്ചതിലേക്ക് ഞാനൊരു ലൈറ്റ് കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കുറച്ചും കൂടി ഭംഗിയായിട്ടില്ലേ? അപ്പോൾ നമ്മളെല്ലാവരും കൂടെ പാതിര ഖുറാനിക്ക് പോകാൻ പോണേ. അപ്പോൾ ഇതാണ് കേട്ടോ കഴിഞ്ഞ ദിവസം തായീസിൽ നിന്ന് മേടിച്ച ഷോള്. അപ്പോൾ നമ്മുടെ ലുവാനിക്കുട്ടനാണെങ്കിൽ ഇവിടെ ചിരിച്ച് കളിച്ച് സെറ്റായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം അവനെ റെഡിയാക്കി അവനെ ഞാൻ ഉറക്കാനൊക്കെ നോക്കി, പക്ഷെ ചെക്കന് മനസ്സിലായി ഇവിടെ പോവാണെന്ന്. വെറുതെ അല്ല ചെക്കൻ ഉറങ്ങാത്തത്, അവനെ ഇവിടെ ചിരിച്ച് കളിച്ച് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. പിന്നെ ഞാനും വേഗം പോയി ആ ഗ്യാപ്പിൽ റെഡി ആയിട്ടോ. ഇതാണ് നമ്മുടെ കോസ്റ്റ്യൂം. അപ്പോൾ നമ്മൾ പാതിരക്കുറാനിക്ക് പോകാൻ പോവാണ് കേട്ടോ. നമ്മുടെ പള്ളിയിൽ ഈ പ്രാവശ്യം പാതിരക്കുറാന് 10 മണിക്കായിരുന്നു കേട്ടോ. നല്ല തിരക്കായിരുന്നു കേട്ടോ. നമുക്ക് കയറാൻ പോലും ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല. ലൈറ്റൊക്കെ ഇട്ട് പള്ളി ഫുൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നമ്മൾ കുറച്ച് ബാക്കിലാണ് നിന്നേച്ച കാരണം പിറവിയുടെ ഒന്നും വീഡിയോ അത്ര കാര്യമായിട്ട് കിട്ടിയില്ല. പുൽക്കൂട് മത്സരവും സ്റ്റാർ കോമ്പറ്റീഷനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സ്റ്റാർസൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഈ പ്രാവശ്യം ലൈവായിട്ടായിരുന്നു കേട്ടോ. ഒരു കുഞ്ഞു അവനെ പിടിച്ചിട്ടാണ് കേട്ടോ ഉണ്ണീഷ് വയ്ക്കിച്ച്. ആ കുഞ്ഞാവേനെ എടുത്തിട്ട് അവരിങ്ങനെ നിൽക്കണമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നമ്മൾ ലുവാനും ഉള്ളായിരുന്നു പള്ളിയുടെ അകത്ത് കയറിയില്ലായിരുന്നു കേട്ടോ. നമ്മൾ പുറത്താണ് നിന്നേച്ചത്. അവനാണെങ്കിൽ അവിടെ ബലൂണൊക്കെ ഉണ്ടായി, അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ കുർബാനയൊക്കെ കഴിഞ്ഞ് കുറച്ച് കോമ്പറ്റീഷൻസിൻ്റെ പ്രൈസൊക്കെ കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അതിനൊന്നും നിന്നില്ല. കുറച്ച് നേരം നമ്മൾ അതൊക്കെ ലൈറ്റൊക്കെ കണ്ട് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ വേഗം വീട്ടിലേക്ക് പോന്നു. വീട്ടിൽ വന്നൊരു കേക്കും കട്ട് ചെയ്ത് കുറച്ച് വൈനും കുടിച്ച ശേഷം ഞാൻ വേഗം ലുവാനുവിനെയായിട്ട് അവനെ ഉറക്കാൻ വേണ്ടി പോയിട്ടോ. ഇന്ന് ഡ്രസ്സ് മറിയുന്ന ബഹളം ഉണ്ട് ഈ കാണുന്നത്. അതൊക്കെ കഴിഞ്ഞ് ചെക്കൻ പെട്ടെന്ന് കിടന്നുറങ്ങി. രാവിലെ നമുക്ക് ഇച്ചിരി പരിപാടിയൊക്കെ ഉണ്ടായി. മമ്മി ഓൾറെഡി നേരത്തെ എണീറ്റ് അപ്പവും ചിക്കൻ സ്റ്റൂ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അപ്പോൾ എൻ്റെ പരിപാടി ഈ ഡെസേർട്ട് ഉണ്ടാക്കലാണ് കേട്ടോ. ഞാനൊരു പുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ക്രിസ്മസ് ആയിട്ട് എപ്പോഴും നമ്മൾ പുഡിങ്ങൊന്നും ഉണ്ടാക്കാറില്ല, പുറത്തുനിന്ന് ഐസ്ക്രീം മേടിക്കാറാണ് പതിവ്. അപ്പോൾ ഇതൊക്കെ ഇരുന്നിട്ട് നമ്മുടെ കറി വെറൈറ്റിക്ക് ഒരു ഡെസേർട്ടും കൂടി ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം നമ്മുടെ ഒപ്പം നമ്മുടെ വല്യമ്മച്ചിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. പപ്പയുടെ പെങ്ങളാണ്. അപ്പോൾ വല്യമ്മച്ചിയും കൂടി ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനും മമ്മിയൊക്കെ കൂടി എല്ലാം സെറ്റ് ചെയ്യണേണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി വർത്താനമൊക്കെ പറഞ്ഞ് ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചിട്ടാണ്. നമ്മുടെ ലുവാനിക്കുട്ടൻ ഉറങ്ങണ ഗ്യാപ്പിലാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴെന്താ അവൻ പാട്ട് ശരിയായിട്ട് എഴുന്നേറ്റ് വന്നിട്ടാണ്. പിന്നെ ഞാൻ അവനെ മടിയിൽ വെച്ചിരുന്നാട്ടോ ബാക്കി കഴിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ ഡെസേർട്ടൊക്കെ എടുത്തിട്ടാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം എല്ലാവരും കൂടി വർത്താനമൊക്കെ പറഞ്ഞ് സ്റ്റേജിന് ഏതോ ഒരു പടവും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അതൊക്കെ കണ്ടിരിക്കുന്നിട്ട് പിന്നെ ഞാൻ ലുവാനുവിനെ അവിടെ കിടത്തിയിട്ട് അവൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് എൻ്റെ കയ്യിൽ മറ്റേ ലൈറ്റ്സ് ഉണ്ടായിരുന്നു, ഫെയറി ലൈറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ വെച്ചിട്ട് അവൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ്. ഞാൻ പറ്റുവാണെങ്കിൽ അതിൻ്റെ അകത്ത് കൊടുക്കാം കേട്ടോ. എനിക്ക് ഫുഡൊക്കെ കഴിച്ച് നമ്മളൊരു ഉറക്കം പാസ്സാക്കിയിട്ട് അത് കഴിഞ്ഞത് വൈകുന്നേരം ചായ കുടിക്കാൻ എണീറ്റപ്പോൾ ഉള്ള കളിയാണ് അപ്പൻ്റെയും മോൻ്റെയും. അവനിങ്ങനെ മേത്ത് കയറി ഇരുന്ന് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വൈകിട്ട് നമ്മൾ എൻ്റെ വീട്ടിലേക്ക് പോയായിരുന്നു കേട്ടോ. അവിടെ ചെന്ന് അപ്പയും അമ്മയും മാറി മാറി കൈ കാണിച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് മേടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആദ്യം വലിയ ഡിമാൻഡൊക്കെ കാണിച്ചിരുന്നിട്ടാ. പിന്നെ സോനു അവനിങ്ങനെ എടുത്ത് പൊക്കിയൊക്കെ കഴിഞ്ഞപ്പോൾ അവനെ അവിടെ ചിരിച്ച് കളിച്ചിരിക്കുകയായിരുന്നു. അവനെ കാണാൻ വേണ്ടി അപ്പുറത്തെ 2 കുഞ്ഞു ചേച്ചിമാർ നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അവരെയൊക്കെ കണ്ട് അത് കഴിഞ്ഞ് നമ്മൾ പള്ളിയിലൊക്കെ പോയിട്ടാണ്. പള്ളിയിൽ ഈ പ്രാവശ്യം പുൽക്കൂടൊക്കെ ഇങ്ങനെയൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വലിയ മാലാഖിനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായി. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടോ. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ പുതിയ വിശേഷങ്ങളായിട്ട് പുതിയ വീഡിയോയിൽ കാണാം.